ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, പഴയ കാലം മുതൽ നിർമ്മാണത്തിന് മൂലക്കല്ല് ഉപയോഗിച്ചിരുന്നു. കെട്ടിടത്തിൻ്റെ മൂലയിൽ സാധാരണയായി സ്ഥാപിക്കുന്ന പ്രധാന കല്ലാണ് മൂലക്കല്ല്. കെട്ടിടത്തിൻ്റെ ഏറ്റവും വലുതും ഉറച്ചതും ഏറ്റവും ശ്രദ്ധാപൂർവം നിർമ്മിച്ചതുമായ ഒന്നായിരുന്നു അത്. നിർമ്മാണത്തിലെ ഓരോ അളവും നിർണ്ണയിക്കുന്നതിനുള്ള അടിസ്ഥാനമായി അത് മാറുന്നു. തൻ്റെ സഭയാകുന്ന കെട്ടിടം പണിയേണ്ട മൂലക്കല്ല് യേശുവാണെന്നാണ് ബൈബിൾ വിവരിക്കുന്നത്. എഫേസ്യർ 2:20-23 വരെ കേൾക്കൂ. ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പസ്തോലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ പണിതിരിക്കുന്നു. അവനിൽ കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിനു വേണ്ടി വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. അതായത് സഭ യേശുവാകുന്ന മൂലക്കല്ലിനാൽ അടിസ്ഥാനമിട്ടതാണ്. നാം ആകുന്ന ചെത്തിവെടുപ്പാക്കിയ ജീവനുള്ള കല്ലുകളാൽ അത് പണിത് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ കൽപ്പനകൾ അനുസരിച്ച യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരാണ് ആ ജീവനുള്ള കല്ലുകൾ. 1 പത്രോസ് 2:4-5 കേൾക്കൂ. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനും വിലയേറിയവനുമായ ജീവനുള്ള കല്ലായ ക്രിസ്തുവിൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീക ഗ്രഹമായി യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീക യാഗമർപ്പിക്കുന്ന വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. 1 കൊരിന്ത്യർ 3:11 ഇത് ഉറപ്പിച്ചു പറയുന്നു. അടിസ്ഥാനം യേശുവാകുന്നു എന്ന് ശ്രദ്ധിക്കൂ. എന്തെന്നാൽ യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊരടിസ്ഥാനം ഇടുവാൻ ആർക്കും കഴിയുകയില്ല. അപ്പസ്തോല പ്രവർത്തികൾ 4:11 പറയുന്നതും കേൾക്കൂ. വീട് പണിയുന്നവരായി നിങ്ങൾ തള്ളിക്കളഞ്ഞ കല്ല് വീടിൻ്റെ മൂലക്കല്ലായി തീർന്ന ആ കല്ല് ഇവൻ തന്നെ. യേശുക്രിസ്തു തന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കൂ. മത്തായി 21:42 വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് കർത്താവിനാൽ സംഭവിച്ചു, നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യകരവുമായിരിക്കുന്നു എന്ന് നിങ്ങൾ തിരുവെഴുത്തുകളിൽ ഒരിക്കലും വായിച്ചിട്ടില്ലയോ? യേശു പറഞ്ഞ ഈ കാര്യം സങ്കീർത്തനം 118:22-23 കാണുന്നുണ്ട്. ശ്രദ്ധിക്കൂ. വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നിരിക്കുന്നു. ഇത് യഹോവയാൽ സംഭവിച്ച് നമ്മുടെ ദൃഷ്ടിയിൽ ആശ്ചര്യമായിരിക്കുന്നു. ശരിയാണ് സഹോദരങ്ങളെ. യേശുവിനെ യഹൂദജനത തള്ളിക്കളഞ്ഞെങ്കിൽ യേശു മൂലക്കല്ലായി പണിതുയർത്തിയ ജീവനുള്ള കല്ലുകൾ കൊണ്ട് പണിത ഒരു സഭയാ മണവാട്ടി ഇന്ന് ഇവിടെ ഭൂമിയിലുണ്ട്. ആ സഭയെ ചേർക്കാൻ യേശുവാകുന്ന മണവാളൻ വരാറായി. 1 കൊരിന്ത്യർ 6:11, യോഹന്നാൻ 14:2-3, 1 കൊരിന്ത്യർ 7:23 ഇവ വായിച്ച് എങ്ങനെയാണ് യേശു നമുക്ക് മണവാളനായി തീർന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മെ ശുദ്ധമാക്കി വിലയ്ക്ക് വാങ്ങി വാസമൊരുക്കിയാണ് യേശു മണവാളൻ നമുക്കായി കാത്തിരിക്കുന്നത്. വെളിപാട് 19:7 പറഞ്ഞിരിക്കുന്നത് പോലെ കുഞ്ഞാടിൻ്റെ കല്യാണം വരാറായി. മണവാട്ടിയാകുന്ന നമുക്ക് ഒരുങ്ങാം, ആ വിവാഹത്തിനായി തയ്യാറാകാം, പ്രത്യാശയോടെ കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.